അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന വീഡിയോ ഒരു മുസാഫാണ്. ഈ മുസാഫിൻ്റെ പ്രത്യേകത, ഇതിനുള്ള റീഡിങ് ഒരു പെന്നുണ്ട്, അതായത് ഒരു സ്പീക്കർ പോലത്തെ ഒരു പെന്ന്. ഇതിന് ഖുർആൻ നമുക്കറിയാത്ത ഏത് ഭാഗം ഉണ്ടെങ്കിൽ അതിനെ ചൂണ്ടിക്കാണിച്ചാൽ അത് നമുക്ക് പറഞ്ഞു തരും, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് സൈഡ്. ഇതിൽ വാറണ്ടി കാർഡ്, ഓൾ കോപ്പിറൈറ്റ്സ് എല്ലാം ഇതിൽ പ്രത്യേകമായി സൂചിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഖുർആൻ്റെ ആയത്ത് ഇംഗ്ലീഷിലും അറബിയിലും ഇതിൻ്റെ പല പല കാര്യങ്ങളൊക്കെ ഇതിലെഴുതിയിട്ടുണ്ട്. തജ്വീദ് ഖുർആൻ. ഏതായാലും നമ്മൾ ഇതിനെ ഒന്ന് അൺബോക്സ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് ഇങ്ങനെ അൺബോക്സ് ചെയ്യുമ്പോൾ മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്, ഇതാണ് സംഭവം. ഇതാണ് താരകം, ഇതാണ് ഖുർആൻ. സാധാരണ ഖുർആൻ്റെ പേജിൽ പോലെയാണ്, പക്ഷേ ഇതിൻ്റെ ഒരു പുറത്തത്തെ സൈഡ് കുറച്ച് മിനുക്ക് പണി കൂടുതലാക്കിയിട്ടുണ്ട്. ഇതിൽ കുറച്ച് ബുക്കുണ്ട്. ഇത് തജ്വീദിൽ പല കാര്യങ്ങളും 4 ബുക്കുണ്ട്, അതവിടെ ഇരിക്കട്ടെ. പിന്നെ ഇതിലൊരു എന്തോ കാർഡോ അങ്ങനെ സ്പീക്കർ നമ്പറോ എന്തോ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതാണ് സ്പീക്കർ പറയുന്നത്. ഇതാണ് സ്പീക്കർ. ഓക്കെ, ഇത് സ്വിച്ച് ഓൺ ചെയ്യുക. ഇത് ഖുർആൻ റീഡിങ് സമയത്ത് ബട്ടൺ ഞെക്കേണ്ട സമയമാണ്. പിന്നെ ഇത് റിട്ടേൺ ഒന്നുകൂടി അതേ സൂറത്തിനെ റിവേഴ്സ് ചെയ്യാനുള്ളതാണ്. പിന്നെ ഇതിൽ പല പല നാടിൻ്റെ ലാംഗ്വേജ് സംസാരിക്കാൻ പറ്റും, എഴുതാൻ പറ്റും. ഇതവിടെ ഇരിക്കട്ടെ. പിന്നെ ഇതിന് ചാർജബിളാണ്. ഇതിൽ പ്ലഗ് ഉണ്ട്, പിന്നെ ഒരു USB കണക്റ്റ് ഉണ്ട്, പിന്നെ ഒരു ഹെഡ്സെറ്റ് ഉണ്ട്. നമുക്ക് പുറത്തേക്ക് കേൾക്കാതെ പോലെ നമുക്ക് തന്നെ സ്വന്തമായിട്ട് കേൾക്കാനുള്ളൊരു ഹെഡ്സെറ്റ് കൂടി ഉണ്ട്. ഇതാണ് ഹെഡ്സെറ്റ് വെക്കേണ്ട സ്ഥലം ഇവിടെ. പിന്നെ ഇത് വോയിസ്, നമ്മുടെ മൊബൈലിലുള്ള പോലത്തെ വോളിയം ചെറുത് വലുതാക്കാനുള്ള ഒരു പ്രത്യേകത. പിന്നെ ഇവിടെ ചാർജ് ചെയ്യുന്ന ഒരു സംവിധാനമാണ്. പിന്നെ ഖുർആൻ, ഇതാണ് ഖുർആൻ. മാഷാ അല്ലാഹ്. പിന്നെ ഖുർആൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ എൻട്രൻസ് ഉള്ളത്. പിന്നെ കുറച്ച് നമ്മൾ സാധാരണ ഖുർആൻ പോലെ തന്നെയാണ് ഇതിൽ ഉള്ളത്. പിന്നെ പേജ് നമ്പർ അപ്പുറം ഇപ്പുറം ഉണ്ടോയെന്ന് അറിയില്ല, അത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്. പേജ് നമ്പർ 1, 2, പേജ് നമ്പർ കറക്റ്റ് ഉണ്ട്. ഏതായാലും സാധാരണ മുസാഫിലുള്ള പേജ് നമ്പർ ഇതിൽ വ്യത്യസ്തമുണ്ടെന്ന് നോക്കാം. 293 ജുമാ നിസ്കാരത്തിൽ നമ്മൾ ഓതുന്ന സൂറത്തുൽ കഹ്ഫ് 293-ാമത്തെ പേജിലാണുള്ളത്. അതുണ്ടാകുന്നത് നമുക്ക് നോക്കാം. 286, 280, 280, 283, 290, 292, 293 കാണുന്നുണ്ടല്ലേ. 293 സൂറത്തുൽ കഹ്ഫ് കറക്റ്റ് ഉണ്ട്. സാധാരണ മുസാഫ് പോലെ തന്നെ പേജ് നമ്പർ പിന്നെ ജുസൊക്കെ. പിന്നെ ഒരു 444 നമ്മൾ യാസീൻ ഉണ്ട്, അത് നോക്കാം. യാസീൻ പേജ് നമ്പർ 441 440 കറക്റ്റ് ഉണ്ട്. 440 സൂറത്തുൽ യാസീൻ കാണാനുണ്ട്. പിന്നെ ഇതിലൂടെ ബാക്കിയുള്ള കുറേ കാരണങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ മസാല എന്തായിട്ട് അറിയില്ല എനിക്ക്, ഇതിങ്ങനെ കുറേ കാരണങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് എന്നറിയില്ല. ഏതായാലും നമ്മൾ ഇതിന് ഓൺ ചെയ്യാം. ഓൺ ചെയ്തിട്ട് ഇതിൻ്റെ പ്രത്യേകത ഇത് എങ്ങനെ വായിക്കും എന്ന് കൂടി നമ്മൾക്കൊന്ന് നോക്കാം. ഇതാണ് ആ ഫെന്ന് പറയുന്ന പോലത്തെ സ്പീക്കർ. ഇതിന് ഇവിടെ ഓൺ ചെയ്യാം. പക്ഷേ അത് ഓൺ ചെയ്തിട്ടുണ്ട്. പിന്നെ ഖുർആൻ്റെ ഫാത്തിഹയിൽ നിന്ന് തുടങ്ങാം ആദ്യ അധ്യായം. പിന്നെ ഇതിൽ
ചേഞ്ച് ഒന്നും ഇപ്പം ചെയ്യണ്ട, നോക്കട്ടെ ഇതിൽ പ്രത്യേകത എങ്ങനെയാണ്. നമ്മൾ ഇതിൽ ബിസ്മില്ല, ഇതിൽ നമ്മൾ ബിസ്മിയുടെ ഭാഗത്തിലേക്ക് ഈ ഫെന്ന് വെച്ചിട്ട് നോക്കാം, എന്താന്ന് പറയുന്ന നോക്കാം. ബിസ്മിയും കൂട്ടുന്നുണ്ട്. അൽഹംദുലില്ലാ എന്ന അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒരു ഇതുണ്ട്, നോക്കിയേ, നമ്പറുണ്ട് അവിടെ, കാണുന്നുണ്ടോ? അതിൻ്റെ മുകളിൽ വെച്ചാൽ പിന്നെ എടുത്താൽ അത് പറയുന്നതായിരിക്കും എന്ന് തോന്നുന്നു. നോക്കട്ടെ. ഇതത് ഒരു പാരഗ്രാഫ്, അതായത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയും. അത് പിന്നെ അതിൽ പിടിക്കേണ്ട, അതിൻ്റെ അടുത്തേക്ക് വെച്ചിട്ട് പിന്നെ മുകളിലൊക്കെ പൊന്തിച്ചാലും മതി. ഞാൻ ഒന്ന് മുകളിലൊക്കെ പൊന്തിച്ച് നോക്കട്ടെ. ഓക്കെ, അത്രേ വായിക്കുള്ളൂ. പിന്നെ ബാക്കി വായിക്കണമെങ്കിൽ അതിൻ്റെ താഴെ ഒന്നും കൂടി വെക്കണം. അല്ലാതെ നമ്മൾ ഫെന്നിൽ എഴുതുന്ന പോലെ ഇങ്ങനെ അതിനെ വായിച്ചുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല. അതായത് ഞാൻ ആദ്യം കരുതി ഇങ്ങനെ വായിച്ചുകൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ അതിങ്ങനെ ഖുർആൻ ഇങ്ങനെ റീഡിങ് ചെയ്യുമെന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ഒരു പേജിൻ്റെ ഒരു അടുത്ത് ഇങ്ങനെ ഇതിനെ ടച്ച് ചെയ്താൽ ഫുള്ളായിട്ട് ഇത് വായിക്കുന്നതായിരിക്കും. അതായത് ഇവിടെ അലിഫ് ലാം മീം അതിലേക്ക് ഒന്ന് ഇതാക്കാം. കണ്ട, ഇതുപോലെയാണ്. പിന്നെ ഇവിടെ ഉലായിക അലാ ഹുദം മിർ റബ്ബിഹിം വഉലായിക ഹുമുൽ മുഫ്ലിഹൂൻ, ഇതിനെ ഒന്ന് എങ്ങനെ നോക്കാം. കൊള്ളാം, സെറ്റ്. പിന്നെ ഇതിൻ്റെ പിന്നെ ഒരു പ്രത്യേകത, ഇതിൽ ഖുർആൻ വായിക്കുന്ന പാരായണം ചെയ്യുന്ന പല ആളുകളുടെ പേരുണ്ട്, പല ആളുടെ വോയിസിലാണ്. ഇപ്പം നോക്കിയേ, ഈ വോയിസ് ആയിരുന്നു നോക്കാം. ഈ ഖുർആൻ വായിക്കുന്ന ആളുടെ പേര് വേറെയാണ്. പിന്നെ ഒരാളുടെ പേര് അബ്ദുള്ള ബസാർ. ഇയാൾ ഖുർആൻ എങ്ങനെ വായിക്കുന്ന നോക്കാം. ഇത് അബൂബക്കർ. അതായത് ഖുർആൻ ഓതുന്നവരെ പലരുടെ വോയിസ് റെക്കോർഡുണ്ട്. അതിൽ വേണ്ടിയവരത് ഇതിൽ നമുക്ക് തിരഞ്ഞെടുക്കാം. പല വോയിസ്, പലരുടെ പല വോയിസുകളാണ്. ഇനി മറ്റൊരാളുടെ കണ്ടോ, ഇത് പിന്നെ ഇതിവിടെ പിന്നെ പ്രസ് ചെയ്താൽ മറ്റൊരാളുണ്ട്. ഒന്നുകൂടി പ്രസ് ചെയ്താൽ അബ്ദുൽ ബാസിത്ത്. ഇയാളെ വോയിസിലൂടെ ഖുർആൻ വായിക്കുന്നത് ഇങ്ങനെയാണ്. ഇതോടുകൂടി കേൾക്കാൻ ക്ലിയർ ഉണ്ട്. മറ്റേത് നോക്കാം. ലാഹിർ. ഇതാണ് ഒന്നുകൂടി ബെറ്റർ, കേൾക്കാനൊരു സുഖമുണ്ട്. വോയിസ് കുറച്ച് ക്ലിയർ ഉണ്ട്. എല്ലാ അക്ഷരങ്ങൾ നമുക്ക് കൃത്യമായി ഇതാക്കാൻ പറ്റും, ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്. ആ വോയിസാണിത്. എല്ലാം ഒരേപോലെയാണ്, പക്ഷേ നമുക്ക് ഓരോരോ വോയിസ് നമുക്ക് ഓരോരോ ഇഷ്ടം ഉണ്ടാവില്ലേ, അതുപോലെയാണ്. ഇൻഷാ അല്ലാഹ്. അവസാനം നമുക്കിത് ഓഫ് ചെയ്യണം. ഓൺ ചെയ്യുമ്പോൾ ഔസുബില്ല എന്നതോടെ തുടങ്ങിയതാണ്. ഓഫ് ചെയ്യുമ്പോൾ ഇവിടെ ആദ്യത്തെ ഇവിടെ പ്രസ് ചെയ്താൽ കിട്ടുന്നില്ലല്ലോ, ഇവിടെ പ്രസ് ചെയ്താൽ നോക്കട്ടെ, ഓഫ് ആവും എന്നങ്ങ് പറയുന്ന നോക്കാം. അതായത് ഏത് ഖുർആൻ നമ്മൾ ഓതിയാലും ഏത് ചെറിയ ആയത്ത് ഓതിയാലും നമ്മൾ സദഖല്ലാഹുൽ അലീം എന്നൊരു ഇത് പാരായണം ചെയ്യണം. അത് ഇത് ചെയ്യുന്നുണ്ട്. അതാണ് ഓഫ് ചെയ്യുമ്പോൾ ഇത്
പറയുന്നത്. ഏതായാലും ഒരു സൂപ്പർ സാധനം തന്നെയാണ്. ഖുർആൻ ഇഷ്ടപ്പെടുന്നവർക്ക്, ഖുർആൻ്റെ എല്ലാ ആയത്തും ക്ലിയറായിട്ട് ഓതാൻ അറിയുന്നവർക്ക് ആവശ്യമില്ല. ഒരുപാട് ആൾക്കാർ അറിയുന്ന തന്നെ. അറിയാത്തവരുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഉപകാരം ആയിരിക്കും.